കോളുണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? അത് നാരമ്പലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഹലോ, ആരാ സംസാരിക്കണേ? നമ്മള് നാരമ്പലത്ത് നിന്നാണ് വിളിക്കുന്നത്. അതെ, എന്താ പേരെന്താണ്? അത് നമ്മളുടെ വീടിന്റെ ചോദിച്ചോളൂ. വീടിന്റെ ദീപക്. ദീപക്, ടെലിവിഷനിൽ ശ്രദ്ധിക്കാതെ ഫോൺ. ഓക്കെ. അത് നമ്മളുടെ പറയൂ. ഓക്കെ. ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളുടെ ഈ കിഴക്കേ വശത്താണ് നമ്മള് ബാത്റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിഴക്ക് വശത്ത് എവിടെ? ഹലോ, കിഴക്ക് വശത്ത് എവിടെയാണ്? അപ്പൊ അത് നമ്മള് വീടിന്റെ അകത്ത് തന്നെ. വീടിനോട് ചേർന്നാണോ വീടിന് പുറത്താണോ? ഒരു ബസ്സാ. എങ്ങനെ? വീടിന്റെ അകത്ത് തന്നെ. വീടിനകത്ത് തന്നെ. ഏതെങ്കിലും മൂലയിലാണോ? വീടിന്റെ അകത്ത് തന്നെ. വീടിനകത്ത് ഏതെങ്കിലും മൂലയിലാണോ? അതെ. അതായത് നമ്മള് കിച്ചണും അല്ല ഹോളിന്ന് കേറുമ്പോ തന്നെ അകത്ത്. ഒന്ന് ടി വി വോളിയം കുറയ്ക്കാമോ? എന്നിട്ട് ടി വിയിൽ ശ്രദ്ധിക്കരുത്. ടി വിയിൽ ശ്രദ്ധിച്ചാൽ ആൻസർ ചെയ്യുന്നത് പ്രയാസമാവും. ഓക്കെ, പറയൂ. കിച്ചൺ എവിടെയായിരിക്കും? ശരി, പറഞ്ഞോളൂ. അപ്പൊ നമ്മളെ പറയൂ. അതായത് നമ്മളുടെ ഈ ലാസ്റ്റ് വീടിന്റെ പുറകില് തെക്ക് വശത്തായിട്ടായിരുന്നു നമ്മള് ബാത്റൂം വെച്ചിരുന്നത്. ശരി. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ അതൊരു ബെഡ്റൂം ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞിട്ട് ആ ബാത്റൂം പൊളിച്ചു കളഞ്ഞിട്ട് നമ്മള് അത് ബെഡ്റൂം ആക്കി. അത് ബെഡ്റൂം ആക്കിയപ്പോ അവര് പറഞ്ഞു വെച്ചാല് അത് ബെഡ്റൂം എന്ന് പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞാല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ. അത് പിന്നെ നമ്മള് ഹോളിന്റെ അറ്റത്തായിട്ട് ഒരു ബാത്റൂം നമ്മൾ സെപ്പറേറ്റ് എടുത്തു. ശരി. സ്റ്റെപ്പിന്റെ അടിയിലായിട്ട് ഒരെണ്ണം എടുത്തു ഞങ്ങള്. ശരി. അത് നേരെ വടക്ക് വശത്ത് വരും. പിന്നെ നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ആകെ 2 സ്റ്റെപ്പ് ഉള്ളു കയറി വന്നത്. കയറി വന്നത് 1-2 സ്റ്റെപ്പാണ്. എന്താണ് അറിയേണ്ടത്? 1-2 മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മള് ചുറ്റോട്ട് കയറണത്. ശരി. അപ്പൊ അതില് വല്ലതും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. തെക്ക് വശത്ത് ബെഡ്റൂം ആണല്ലോ. അത് ഗസ്റ്റിന് മാത്രമല്ല നിങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രൊവൈഡഡ് ജനലും വാതിലും ഒക്കെ ശരിയായിട്ടിരിപ്പുണ്ടെങ്കിൽ. എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണോ താമസിക്കാം. പിന്നെ വടക്ക് വശത്ത് സ്റ്റെപ്പിന്റെ അടിയിലാണ് നിങ്ങൾ ടോയ്ലറ്റ് വെച്ചത്. കുഴപ്പമില്ല. നിങ്ങളും താമസിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ വീടിനകത്തെ ഹലോ, അല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുരോഗതിയില്ല. അതിന്റെ കാരണങ്ങൾ വേറെ. ഇതുവരെ അത് പറഞ്ഞില്ല. ഇപ്പോ ഈ മുറിക്കകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും താമസിക്കാൻ കുഴപ്പമില്ല. പേരെന്താണ് പറഞ്ഞത്? ദീപക്. ദീപകിന്റെ വീട്ടില് പൂജാമുറി ഉണ്ടോ? ദീപകിന്റെ വീട്ടിൽ പൂജാമുറി ഉണ്ടോ? ഒരുപാട് ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ദിവസവും വൈകിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെക്കൂ. ഹലോ, കേക്കാമോ? ഹലോ ദീപക്, ഇത് ഒരുപാട് താമസം വരുന്നു. എന്താ ഇത് ഫോൺ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇത് ചെയ്ത് ഒരുപാട് സമയം എടുക്കുന്നു. അതായത് ഈ തെക്ക് വശത്ത് ഒരു റൂം വെച്ചു, അത് അവിടെയുള്ളവർക്ക് താമസിക്കാൻ പറ്റില്ല, ഗസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീടിനകത്തുള്ള മുറി, ആ മുറിക്കകത്ത് എല്ലാ സൗകര്യങ്ങളും, ദാറ്റ് മീൻസ് വായു കയറണം, അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണോ നമുക്ക് താമസിക്കാം. ഗസ്റ്റിന് ബെഡ് അല്ലെങ്കിൽ ഫാമിലി ഹെഡിനൊരു ബെഡ് അങ്ങനെ ആവശ്യമില്ല. പൊതുവെ പണ്ടൊരു ശാസ്ത്രം പറയാറുണ്ട്, അതായത് ഈ നോർത്ത് ഈസ്റ്റ് കോർണർ,
ആ ഈസ്റ്റ് കോർണറിൽ വയസ്സായവർ മാത്രമേ കിടക്കാവൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണോ കിടക്കാം, ആർക്ക് വേണോ, നമ്മുടെ വീടിനകത്ത് ആർക്ക് വേണോ എന്ത് വേണോ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു സ്ഥാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് ചില അസുഖം വരുന്ന സമയത്ത് നമ്മൾ റൂംസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ ചിലർക്ക് ഈ കുട്ടികളുണ്ടാകാറില്ല, ആ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ബെഡ്റൂം മാറ്റി കൊടുക്കും. രണ്ടാമത്തെ അതുപോലെ ഹെഡ് തലയിൽ വയ്ക്കുന്ന പൊസിഷൻസ് നമ്മൾ മാറ്റി കൊടുക്കും. പിന്നെ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തെക്ക് ഭാഗത്തായ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, വടക്ക് ഭാഗത്ത് എൻ്റെ അടിയിൽ വെച്ചെന്ന് പറഞ്ഞു. ടോട്ടൽ വീടിൻ്റെ ലെങ്ത്ത് നോക്കുക. അപ്പോൾ സൗത്ത് ആണെങ്കിൽ ആ ഈസ്റ്റ് മുതൽ ആ വെസ്റ്റ് വരെ ആ ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുക. അതിൻ്റെ 50% എടുക്കുക. ആ 50% അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വയ്ക്കാം. അതുപോലെ നോർത്ത് സൈഡിൽ ഈസ്റ്റിലോട്ട് കയറി വരരുത്, വെസ്റ്റിലോട്ടും കയറി വരരുത്. ഈ ടോട്ടൽ ഏരിയ അപ്പോൾ ഒരു 10 മീറ്റർ ഉണ്ടെങ്കിൽ 30 അടി ഉണ്ടെങ്കിൽ ആ 15 അടി അല്ലെങ്കിൽ 16 അടി ഭാഗത്ത് നിന്ന് ഒരു ടോയ്ലറ്റ് വയ്ക്കാം. അത് സ്റ്റെയർ കേസിൻ്റെ അടിയിലോ എവിടെ വേണോ വയ്ക്കാം, ഒരു പ്രശ്നമില്ല. ബട്ട് അത് ഏതിലോട്ട് നീങ്ങി വരരുത്. ഒന്ന് ഈ നോർത്തിലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റിലോട്ട് നീങ്ങി വരാൻ പാടില്ല, സൗത്തിലാണെന്നുണ്ടെങ്കിൽ വെസ്റ്റിലോട്ട് നീങ്ങി വരാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഈ ഡയഗണൽ ഇവിടെ വരയ്ക്കുമ്പോൾ ആ ഒരു കണക്കുകളാണ് നോക്കുന്നത്. അപ്പോൾ മിക്കവാറും ചില പ്ലാനുകളിൽ വരയ്ക്കുമ്പോൾ ഇതൊക്കെ കയറി വരാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഏരിയ കുറവായിരിക്കും. റെക്ടാങ്കുലർ പ്ലോട്ട് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ഇപ്പം മുൻവശത്തെ വാതിൽ അതിനൊരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ മുൻവശത്തെ വാതിൽ അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെയുള്ള വീടുകളിൽ കിഴക്ക് തിരിഞ്ഞാണ് എല്ലാ വീടുകളും വെക്കുക. അന്ന് അങ്ങനെയൊക്കെ വെക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നിപ്പം ലേ ഔട്ടേ മാറി, സ്ഥലങ്ങളുടെ ഇത് മാറി. അപ്പോൾ ഏത് ഭാഗത്തോട്ടും വീട് ഫ്രണ്ട് വാതിൽ ഫേസ് ചെയ്യുന്നതുണ്ട്. ഞാൻ പറഞ്ഞു സൗത്ത് നോക്കി വയ്ക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ, സൗത്തിലോട്ട് നോക്കി വയ്ക്കുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെയിൻ എൻട്രി കിഴക്കോട്ട് വരുന്ന രീതിയിൽ അങ്ങനെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കയറുമ്പോൾ നേരെ ഹാളിലോട്ട് കയറിയാൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാരണം ഈ സൗത്ത് ഫേസ് ചെയ്ത് വയ്ക്കുന്ന വീടുകൾക്ക് എൻ്റെ ഈ ഇത്രയും വർഷത്തെ റിസർച്ചിനകത്ത് പുരോഗതി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്ലോ ആയിട്ട് മാത്രമേ വരുള്ളൂ. ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടാകും. കുട്ടികളുടെ പഠിത്തം അത്ര ശോഭിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ഇത്. അത് മെയിൻ എൻട്രൻസ് ആണോ? അത് ഏത് മെയിൻ എൻട്രൻസ് സൗത്ത് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ വെച്ച് കൊടുക്കും? ഈ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് കയറുന്ന രീതിയിൽ വെച്ച് കൊടുക്കും. എന്നിരുന്നാലും ഒരു 50% 60% അതിന്റെ ബെനിഫിറ്റ് വരുന്നുള്ളൂ. ഇപ്പൊ നോർത്ത് ഫേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ നമ്മൾ വടക്കുന്ന് തീർച്ചയായിട്ടും നല്ലതാണല്ലോ. പിന്നെ നമ്മൾ ഓഫീസുകളിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുക എന്നാണ് നല്ലത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ നോർത്ത് ഫേസ് ചെയ്ത് തന്നെ ഇരിക്കണം. അതെ, നമ്മളെന്തെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് അവരെല്ലാവരും നോർത്ത് ഫേസ് തന്നെ നോർത്ത് ഫേസ് ഇരിക്കുകയും വേണം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലതുവശത്തു കൂടി ഇറങ്ങുകയും വേണം. അതാണ് മിക്കവാറും ഒക്കെ. പിന്നെ ചിലർ പറഞ്ഞു കൊടുക്കാറുണ്ട് കിഴക്ക് നോക്കിയിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറ് നോക്കിയിരിക്കണം. അതിനൊരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ വീടിൻ്റെ പാലുകാച്ച സമയത്ത് കന്നിമൂല എവിടുന്നു അവിടുത്തെ റൂമിലാണ് ഗണപതി ഹോമം നടത്തുന്നത്. പിന്നെ വൈകിട്ട് ഈ ഭഗവതി പൂജ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഹാളിൽ നടത്താറുണ്ട്, ചിലപ്പോൾ വേറൊരു ചെയ്യാറുണ്ട്. പക്ഷെ അതെങ്ങോട്ട് നോക്കിയാൽ ഞാൻ പടിഞ്ഞാറ് നോക്കിയാണ് ചെയ്യാറ്. അപ്പോൾ രാവിലെ കിഴക്കോട്ട് നോക്കിയും വൈകിട്ട് പടിഞ്ഞാറ്. അതുപോലെ ഈ ഡോക്ടേഴ്സ് രാവിലെയാണ് കൺസൾട്ടേഷൻ കൂടുതലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം. വൈകിട്ടാണ് അയാളുടെ കൺസൾട്ടേഷൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂര്യനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, രാവിലെയും വൈകിട്ടും ഉള്ളവനാണെങ്കിൽ അവന് നോർത്താണ് ബെസ്റ്റ്. രണ്ടുപേരും പിണക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടൊരു ആണ് വീട് ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പടിഞ്ഞാറ് ഫേസ് ചെയ്തിരിക്കുന്ന വീട് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രണ്ടിൽ വീടായിരിക്കണം. അല്ലാതെ ഒരു റിവർ പോകാൻ പാടില്ല, ഒരു അയൺ ഇൻഡസ്ട്രി പാടില്ല, ഒരു ബാർബർ ഷോപ്പ് പാടില്ല, വർക്ക്ഷോപ്പ് പാടില്ല. വീട് തന്നെ ആയിരിക്കണം. അതുപോലെ എൻ്റെ മെയിൻ ഡോർ വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരിക്കലും വരരുത്. മിക്കവാറും വെസ്റ്റ് ഫേസ് വെച്ചിരിക്കുന്ന വീടിൻ്റെ പ്ലാനുകൾ മുഴുവനും സൗത്ത് വെസ്റ്റ് കോർണറിൽ അവർ ഡോറിട്ട് വരച്ചു കൊടുക്കും. സൗത്ത് വെസ്റ്റ് കോർണറിൽ കാർ പോർച്ച് വെച്ച് കൊടുക്കും. അവിടെ കൂടെ ആയിരിക്കും കയറുക. അപ്പോൾ ആ സൗത്ത് വെസ്റ്റ് കോർണർ ഓപ്പൺ ആകും. ഓപ്പൺ ആകുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫോൺ കിട്ടിയില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് നമ്മൾ ഇത്രയും വർഷത്തെ നമ്മളിപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞിരുന്നാൽ
എന്തൊക്കെ ആ വീട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് റെക്കോർഡ്. അത് നമ്മൾ എഴുതി വെക്കണം, വാച്ച് ചെയ്യണം, അവരവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, ആദ്യം അതിൻ്റെ ഡിഫക്ട്സുകൾ എഴുതി വെക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് എന്തൊക്കെ അതല്ല ചുമ്മാ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും.